കള്ളൻ വിജയൻ എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനാണ് എന്ന് ആരാണ് കരുതുന്നത്? നമുക്കറിയാലോ, കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിൽ ഉടനീളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിവാദമാണ് ദേശാഭിമാനി വാരാന്ത പതിപ്പിന്റെ ഞായറാഴ്ച പതിപ്പിന്റെ ബാക്ക് പേജിൽ, അതായത് 4-ാം പേജിൽ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടോടെ കേരളത്തിലെ ഒരു നാടക പ്രവർത്തകനെ കുറിച്ചുള്ള തിരുവനന്തപുരത്തുകാരനായ വിജയകുമാർ എന്ന് പറയുന്ന ധന്യ നാടക ഗ്രാമം നടത്തുന്ന, നാടകത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച വളരെ നിഷ്കളങ്കനായ വിജയകുമാർ, ആ വിജയകുമാറിനെ ആ നാട്ടുകാരെല്ലാം വിളിക്കുന്നത് കള്ളൻ വിജയൻ എന്നാണ്. അപ്പോൾ അങ്ങനെ അസാധാരണമായ ഒരു കഥ, വളരെ കൗതുകകരമായ ഒരു കഥ കള്ളൻ വിജയൻ എന്ന പേരിൽ ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിന്റെ 4-ാം പേജിൽ പ്രസിദ്ധീകരിച്ചാൽ എന്താണ് കുഴപ്പം? കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് കാണുമ്പോഴത്തേക്ക് ഈ ലേഖനത്തിൽ പറയുന്ന വിജയകുമാർ അല്ല കള്ളൻ വിജയൻ, അത് പിണറായി വിജയനാണ് എന്ന് ദേശാഭിമാനിയിലെ റെസിഡന്റ് എഡിറ്റർ, ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ ആരാണ്? എം സ്വരാജ് എന്ന പൂമരൻ. ആ പൂമരനാണ് തോന്നിയത് കള്ളൻ വിജയൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരൊറ്റ ആള് മാത്രമേ ഉള്ളൂ, അതാരാണ്? അത് പിണറായി വിജയനാണ് എന്ന് തോന്നിയതാർക്കാണ്? സ്വരാജിനാണ്. നമ്മളാരും ആ വാരാന്ത്യ പതിപ്പ് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു വാരാന്ത്യ പതിപ്പ് പുറത്തിറങ്ങിയിട്ടില്ല. പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് സ്വരാജ് ഈ വിവരം അറിഞ്ഞു. ദേശാഭിമാനിയുടെ ബാക്ക് പേജിൽ KR അജയൻ എന്ന് പറയുന്ന ന്യൂസ് എഡിറ്ററുടെ അംഗീകാരത്തോടെ TC രാജേഷ് സിന്ധു എന്ന വളരെ മിടുക്കനായ ഒരു ഫീച്ചർ എഴുത്തുകാരൻ തയ്യാറാക്കിയ ഒരു വലിയ ലേഖനം, വലിയ ഫീച്ചർ, വളരെ കൗതുകകരമായ ഫീച്ചർ. അങ്ങനെ ഒരു ഫീച്ചർ, അതിന്റെ തലക്കെട്ട് കള്ളൻ വിജയൻ. ആ ഫീച്ചറിന് അതിനേക്കാൾ നല്ലൊരു തലക്കെട്ട് കൊടുക്കാനില്ല. കാരണം ആ വിജയകുമാറിനെ നാട്ടുകാരെല്ലാം കള്ളൻ വിജയൻ എന്ന് വിളിക്കുന്നു. വിജയന്റെ ഭാര്യയെ കള്ളി എന്നോ കള്ളന്റെ ഭാര്യ എന്നോ വിളിക്കുന്നു. വളരെ വളരെ ഡിഫറന്റ് ആയ, വളരെ എന്താ പറയാ, കൗതുകകരമായ ഒരു ജീവിത കഥ. അങ്ങനെ ഒരു സംഭവം ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിക്കുമ്പോഴത്തേക്ക് കള്ളൻ വിജയൻ എന്നത് കേരളത്തിൽ ഒരൊറ്റ കള്ളൻ വിജയനേ ഉള്ളൂ, അത് ഈ വിജയകുമാർ അല്ല, അത് ഞങ്ങളെ കാരണഭൂതമാണ് എന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ എം സ്വരാജിനല്ലാതെ വേറെ ആർക്കാണ് കഴിയുക? ശരിക്കും യഥാർത്ഥത്തിൽ ഇന്ന് CPM നിന്ന് ആദ്യം പിടിച്ചു പുറത്താക്കേണ്ട ആളാരാണെന്നറിയോ? അത് എം സ്വരാജിനെയാണ്. ഒരു സംശയമില്ല. കാരണം എം സ്വരാജിനാണ് തോന്നിയത് കള്ളൻ വിജയൻ എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനാണ് എന്ന് തോന്നിയ ഏക ആൾ എം സ്വരാജാണ്. മാത്രമല്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിലും എം സ്വരാജിന് മാനം മര്യാദയായിട്ട് പറയാമായിരുന്നു. മാനം അതാടോ ആൺകുട്ടികളുടെ ലക്ഷണം, അതാടോ നല്ല സഖാക്കന്മാരുടെ ലക്ഷണം. ആൺകുട്ടി എന്നുള്ളത് ഞാൻ ഒരു ജെൻഡർ ഈക്വാലിറ്റിയെ തകർത്തുകൊണ്ടല്ല പറയുന്നത്. പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എന്ന് പറഞ്ഞാൽ മനുഷ്യരായി പിറന്ന, ആത്മാഭിമാനമുള്ള മനുഷ്യരായി പിറന്ന ധീര സഖാക്കൾ ചെയ്യേണ്ടത് സത്യങ്ങൾ തുറന്നു പറയുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എം സ്വരാജിനെ പറയാമായിരുന്നു, കേരളീയ പൊതുസമൂഹത്തോട് പറയാമായിരുന്നു, ഞങ്ങളുടെ പത്രത്തിൽ ഇന്നലെ ഒരു ലേഖനം അച്ചടിച്ചു വരേണ്ടതായിരുന്നു. ആ ലേഖനത്തിന്റെ തലക്കെട്ട് കള്ളൻ വിജയൻ എന്നായിരുന്നു. അത് യഥാർത്ഥത്തിൽ പിണറായി വിജയനെ കുറിച്ചുള്ള ഒരു ഫീച്ചർ അല്ല, അത് ഒരു നിഷ്കളങ്കനായ, ഒരു സാത്വികനായ വിജയകുമാർ എന്ന് പറയുന്ന ധന്യ നാടക ഗ്രാമം നടത്തുന്ന ഒരു നാടക പ്രവർത്തകനെ കുറിച്ചുള്ള ഫീച്ചറാണ്. അതിന് പിണറായി വിജയനുമായി ഒരു ബന്ധവുമില്ല. പക്ഷേ എനിക്ക് തോന്നി, അല്ലെങ്കിൽ കുറെ സഖാക്കൾക്കൊക്കെ ഒരുപക്ഷെ തോന്നുമായിരിക്കും കള്ളൻ വിജയൻ എന്ന് കേൾക്കുമ്പോൾ അത് പിണറായി വിജയനാണ് എന്ന്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ആ ലേഖനം ഒഴിവാക്കുന്നു. അതുകൊണ്ട് അച്ചടി ഒരു ദിവസം വൈകുന്നു. ഞായറാഴ്ച പതിപ്പ് ഇറക്കാൻ പറ്റിയില്ല എന്നായിരുന്നില്ലേ സ്വരാജെ പറയേണ്ടിയിരുന്നത്? അതിന് പകരം സ്വരാജ് എന്താ പറഞ്ഞത്? ഞാൻ സ്വരാജിന്റെ വാക്കുകളെ ഒന്നും വളച്ചൊടിക്കുന്നില്ല. ഇന്നലത്തെ ദേശാഭിമാനിയുടെ 5-ാം പേജിൽ സ്വരാജിന്റെ വിശദീകരണ കുറിപ്പുണ്ട് കേട്ടോ. അതിങ്ങനെയാണ്:
VS അനുസ്മരണം ഒഴിവാക്കിയിട്ടില്ല. ശരി, VS അനുസ്മരണം ഒഴിവാക്കിയിട്ടില്ല. ദേശാഭിമാനിക്കെതിരായ പ്രചാരണം ഹീനം. എന്നിട്ട് അതിൽ സ്വരാജ് പറയുകയാണ് കേട്ടോ, ദേശാഭിമാനി പത്രത്തിന്റെ വാരാന്ത്യ പതിപ്പ് ഞായറാഴ്ച ഇറങ്ങാത്തത് അച്ചടിയുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാരണത്താലാണ് എന്ന് റെസിഡന്റ് എഡിറ്റർ M സ്വരാജ് പറഞ്ഞു. അപ്പൊ സ്വരാജ് കള്ളത്തരം പറയുകയാണ്. എന്താ കള്ളത്തരം പറഞ്ഞത്? സാങ്കേതികമായ തകരാറ് കൊണ്ടാണ് എന്ന്. ആ കള്ളത്തരം വീണ്ടും വിശദീകരിച്ച് നാറുകയാണ് സ്വരാജ്. അതിങ്ങനെയാണ്: VSന്റെ അനുസ്മരണ കുറിപ്പ് ഒഴിവാക്കിയെന്ന പ്രചാരണം ഹീനവും അടിസ്ഥാനരഹിതവുമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഒരു വാർത്ത നേരത്തെ പറഞ്ഞിരുന്നു. ആ വാരാന്ത്യ പതിപ്പിൽ VSനെ കുറിച്ചുള്ള ഒരു ലേഖനം ഉണ്ടായിരുന്നു. ആ ലേഖനം വന്നതുകൊണ്ടാണ് അത് ഒഴിവാക്കുന്നത്, അത് നിർത്തിവെച്ചത് എന്നൊക്കെ ഒരു വാർത്ത പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ടൊന്നല്ല എന്നുള്ളത് നമുക്ക് തെളിഞ്ഞു. കാരണം ഇന്നലെ നമ്മൾ കണ്ടു ആ വാരാന്ത്യ പതിപ്പിൽ അതിൽ VSനെ കുറിച്ചുള്ള ലേഖനം 1-ാം പേജിൽ തന്നെയുണ്ട്. അതല്ല പ്രശ്നം. ഇനി 1-ാം പേജിലും 4-ാം പേജിലും VSന്റെ അനുസ്മരണവും പടങ്ങളും ഉൾപ്പെട്ട വാരാന്ത്യ പതിപ്പാണ് ദേശാഭിമാനി തയ്യാറാക്കിയത് അല്ല. സ്വരാജ് അവിടെയാണ് മറ്റൊരു കള്ളം പറയുന്നത്. 4-ാം പേജിൽ VSന്റെ അനുസ്മരണ കുറിപ്പില്ലായിരുന്നു. 1-ാം പേജിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 4-ാം പേജിൽ ഉണ്ടായിരുന്നത് എന്താണ്? കള്ളൻ വിജയൻ എന്ന പേരിലുള്ള ഒരു ഫീച്ചർ ആയിരുന്നു. അതിനെക്കുറിച്ച് സ്വരാജ് മിണ്ടുന്നില്ല. ഇനി VSന്റെ ചരമദിനം 21-നാണ്. അന്നിറങ്ങുന്ന പത്രത്തിലും അതിനു മുമ്പിറങ്ങുന്ന വാരാന്ത്യ പതിപ്പിലും VSനെ അനുസ്മരിക്കുന്ന ലേഖനങ്ങൾ സംബന്ധിച്ച് നേരത്തെ തീരുമാനിച്ചിരുന്നു. 21ന്റെ പത്രത്തിൽ VS അനുസ്മരണത്തിന്റെ പ്രത്യേക പേജ് ഉണ്ടാകും. വാരാന്ത്യ പതിപ്പിൽ KV സുധാകരന്റെ അനുസ്മരണ ലേഖനത്തിനാണ് പ്രാധാന്യം. ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഒഴിവാക്കണമെന്ന് ആരും ചിന്തിച്ചിട്ട് പോലുമില്ല. സാങ്കേതിക കാരണത്താൽ അച്ചടിക്കാനായില്ല എന്ന് മാത്രം അവിടെയാണ് കള്ളത്തരം പറയുന്നത്. സാങ്കേതിക കാരണങ്ങളാൽ അച്ചടിക്കാനായില്ല എന്നിട്ട് അത് വിശദീകരിക്കുകയാണ് കേട്ടോ. ദേശാഭിമാനിയുടെ ഒരു യൂണിറ്റിൽ പത്രം അച്ചടിക്കുന്നത് സ്വകാര്യ പ്രസ്സിലാണ്. അവിടെ യന്ത്രത്തകരാർ സംഭവിച്ചതിനാൽ തൊട്ടടുത്ത മറ്റൊരു യൂണിറ്റിലാണ് രണ്ടിടത്തേക്കുമുള്ള പത്രം അച്ചടിക്കുന്നത്. അതിന്റെ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് വാരാന്ത്യ പതിപ്പ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത്. അച്ചടിച്ച പത്രം കൊടുത്തിട്ടില്ലെന്ന പ്രചാരണവും അടിസ്ഥാനരഹിതമാണ്. പത്രത്തോടൊപ്പമാണ് വാരാന്ത്യ പതിപ്പും അച്ചടിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് പെരുന്നുണ അടിക്കുകയാണ് സ്വരാജ്. ഇതാണ്: ഒരു നാടകവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തയും അടിസ്ഥാനരഹിതമാണെന്ന് സ്വരാജ് പറഞ്ഞു. ഒരു നാടകവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്ത എന്താണ്? എന്താണ് പറയുന്നത്? അടിസ്ഥാനരഹിതം. അത് അടിസ്ഥാനരഹിതമാണ് സ്വരാജ് പറഞ്ഞു. അങ്ങനെ സ്വരാജ് പറഞ്ഞ കള്ളങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പൊളിഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ വിജയകുമാർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ നാടക പ്രവർത്തകൻ തന്നെ ചാനലുകളിൽ പറഞ്ഞു, എന്നെ കുറിച്ചുള്ള ഒരു ഫീച്ചർ ദേശാഭിമാനി തയ്യാറാക്കിയിരുന്നു, അതിനുള്ള ഫോട്ടോ എടുത്തിരുന്നു, അതിനുള്ള വിവരങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു, ദേശാഭിമാനി അത്തരത്തിലുള്ള ഒരു ഫീച്ചർ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. മാത്രവുമല്ല, ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഫേസ്ബുക്കിൽ നോക്കിയാൽ അറിയാം, TC രാജേഷ് സിന്ധു. നിങ്ങൾ ഫേസ്ബുക്കില് ആ പേര് ടൈപ്പ് ചെയ്താൽ മതി, TC രാജേഷ് സിന്ധു. TC രാജേഷ് സിന്ധു ആണ് എന്തെഴുതിയെന്നറിയോ? ഈ ലേഖനം തയ്യാറാക്കിയത്. കള്ളൻ വിജയൻ എന്ന തലക്കെട്ടോടെ ഈ ലേഖനം തയ്യാറാക്കിയതാരാണ്? TC രാജേഷ് ആണ്, പ്രമുഖ എഴുത്തുകാരൻ. മനോഹരമായ ഒരുപാട് ഫീച്ചറുകൾ എഴുതിയ TC രാജേഷ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഈ ലേഖനം, അതായത് ദേശാഭിമാനി ഒഴിവാക്കിയ ആ ലേഖനം TC രാജേഷ് സിന്ധു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പൂർണ്ണമായി കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ഒരു ലേഖനം 4-ാം പേജിൽ പ്ലേസ് ചെയ്ത, അല്ലെങ്കിൽ 4-ാം പേജിൽ അത് എന്ത് ചെയ്ത, ലേ ഔട്ട് ചെയ്ത ദേശാഭിമാനി പത്രത്തിന്റെ ന്യൂസ് എഡിറ്ററായ KR അജയന് കഴിഞ്ഞ ദിവസം സ്വരാജ് ഷോക്കോസ് നോട്ടീസ് നൽകി. എന്തിന്? പിണറായി വിജയനെ അപമാനിച്ചു എന്നാണ് ചോദ്യം അല്ലേ? എന്തിന് പിണറായി വിജയനെ അപമാനിച്ചു? ഇവനാണ് തോന്നുന്നത്. ആർക്കാണ് തോന്നുന്നത്? സ്വരാജിനാണ് തോന്നുന്നത്. കാരണം സ്വരാജ് സ്വപ്നം കാണുന്നത് പിണറായിയെ വെട്ടാനാണ്. പിണറായിയെയും ഗോവിന്ദനെയും വെട്ടിയിട്ട് CPM-ന്റെ തലപ്പത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന കുശാഗ്ര ബുദ്ധിക്കാരനാണ് സ്വരാജ്. അപ്പൊ സ്വരാജിന് എത്രയും പെട്ടെന്ന് പിണറായി വിജയനെ വെട്ടി വീഴ്ത്തണം. അതിനു വേണ്ടിയിട്ട് സ്വരാജ് ഉണ്ടാക്കിയ കഥയാണിത്. അതല്ലെങ്കിൽ കള്ളൻ വിജയൻ എന്ന ടൈറ്റിലിൽ ഒരു നാടകത്തെക്കുറിച്ചുള്ള ഒരു ആസ്വാദക ഫീച്ചർ ദേശാഭിമാനിയുടെ 4-ാം പേജിൽ അച്ചടിച്ചു വന്നിരുന്നുവെങ്കിൽ ഒരു കോളിളക്കവും ഉണ്ടാവില്ലായിരുന്നു. ഇതേക്കുറിച്ച് ആരും സംസാരിക്കില്ലായിരുന്നു. അതിന് പകരം പിണറായി വിജയനാണ് കള്ളൻ എന്ന് പ്രഖ്യാപിക്കുകയാണ് M സ്വരാജ്.
ഈ KR അജയനെതിരെ ഷോക്കോസ് നോട്ടീസ് കൊടുക്കുന്നു. നിങ്ങൾ എന്ത് തോന്നിവാസമാണ് ചെയ്തത്? കള്ളൻ വിജയൻ എന്ന് പറയാൻ പാടുണ്ടോ? കള്ളൻ വിജയൻ ഒരാളല്ലേ ഉള്ളൂ, അത് നമ്മുടെ വിജയനല്ലേ, നമ്മുടെ പിണറായി വിജയനല്ലേ എന്ന് ചോദിക്കുന്നത് ആരാണ്? സ്വരാജാണ് ചോദിക്കുന്നത്. KR അജയൻ എന്ന് പറയുന്ന പ്രശസ്ത പത്രപ്രവർത്തകൻ, ദേശാഭിമാനി വാരാന്തപ്പതിപ്പിന്റെ അടിച്ചൊരുക്കാറുള്ള അല്ലെ, ദേശാഭിമാനി വാരാന്തപ്പതിപ്പ് വായിക്കാവുന്ന കോലത്തിലേക്ക് അതിനെ പരിവർത്തനം ചെയ്ത കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖനായ മാധ്യമ പ്രവർത്തകൻ KR അജയൻ മറുപടി നൽകി. ആ ലേഖനത്തിൽ ഒരു വാസ്തവ വിരുദ്ധതയുമില്ല, ഒരു പാർട്ടി വിരുദ്ധതയുമില്ല. CPM-നെ അതിൽ കരിവാരി തേച്ചിട്ടില്ല, CPM-ന്റെ ഒരു നേതാവിനെയും കരിവാരി തേച്ചിട്ടില്ല. അതില് വിജയകുമാറിനെ കുറിച്ചാണ് പറയുന്നത്, വിജയകുമാറിന്റെ ജീവിത കഥയാണ് പറയുന്നത്. വിജയകുമാറിനെ കള്ളൻ വിജയൻ എന്നാണ് നാട്ടുകാർ മുഴുവൻ വിളിക്കുന്നത്. അതുകൊണ്ടാണ് തലക്കെട്ട് കള്ളൻ വിജയൻ എന്ന് എഴുതിയത്. അതും പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല എന്ന് സധൈര്യം KR അജയൻ സ്വരാജിനും മറുപടി നൽകുന്നു. ഇന്നത്തെ മാതൃഭൂമിയിലുണ്ട്. അതായത് ഇന്നലെ KR അജയനെ ഓഫീസിൽ കയറാൻ അനുവദിച്ചില്ല സ്വരാജ്, മുറിപൂട്ടി എന്ന് പറഞ്ഞാൽ ഈ പാതകം ചെയ്ത എന്ന് പറഞ്ഞാൽ ഈ തലക്കെട്ട് തയ്യാറാക്കി ഈ പേജിൽ അച്ചടിക്കാൻ വേണ്ടി കൊടുത്ത KR അജയൻ എന്ന് പറഞ്ഞ ന്യൂസ് എഡിറ്ററെ ദേശാഭിമാനി പുറത്താക്കി എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി പുറത്താക്കിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മുറി ഇന്നലെ തുറന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ വാർത്ത ഇന്ന് മാതൃഭൂമിയിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇതൊക്കെ പൊതുസമൂഹത്തിൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞു. അതായത് ഈ ദേശാഭിമാനിയിലെ ഇരുമ്പുമറ എന്തോ തകർന്നു കഴിഞ്ഞു. ദേശാഭിമാനിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതാത് നിമിഷം പൊതുസമൂഹം അറിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ദേശാഭിമാനിയിലും നിങ്ങളുടെ ഈ പിണറായിസത്തിനെതിരെ ഇത്തരത്തിൽപ്പെട്ട കമ്മ്യൂണിസത്തിനെതിരായി നടക്കുന്ന പിണറായിസ്റ്റുകൾ നടത്തുന്ന ഈ പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ദേശാഭിമാനിയിൽ ചെറുത്തുനിൽപ്പ് നടത്തുന്നുണ്ട്. ആ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമാണ് KR അജയൻ. അതുകൊണ്ടാണ് ഈ ഒരു ലേഖനം അവർ വളരെ ധൈര്യമായി പ്രസിദ്ധീകരിച്ചത്. ഇതുകൊണ്ടൊന്നും സംഭവിക്കാനില്ല. പക്ഷേ ഇത് അപകടകരമാണ് എന്നും കള്ളൻ വിജയൻ എന്ന് പറയാനേ പാടില്ല എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിക്കുകയാണ് സ്വരാജ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഇനി കള്ളൻ വിജയൻ എന്ന് ആർക്കും പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. കള്ളൻ വിജയൻ ഒരാളെ ഉള്ളൂ അത്രേ. കള്ളൻ വിജയൻ ഒരാളെ ഉള്ളൂ എന്ന് പറയുന്നത് VD സതീശനോ രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ രാഹുൽ ഗാന്ധിയോ ഒന്നുമല്ല, നരേന്ദ്രമോദിയോ അമിത്ഷായോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരോ K സുരേന്ദ്രനോ ഒന്നും അല്ല പറയുന്നത്. അത് പറയുന്നത് പിണറായിയുടെ കൂടെ നിന്ന് പിണറായിയുടെ പെട്ടി പിടിച്ചു വളർന്ന പിണറായിയുടെ വിഷസൂചിയ ആണ് എന്ന് കഴിഞ്ഞ ദിവസം ശക്തിധരൻ ആരോപിച്ച M സ്വരാജാണ് പറയുന്നത്. കേരളത്തിൽ ഒരൊറ്റ കള്ളൻ വിജയനേ ഉള്ളൂ, അത് നമ്മുടെ വിജയനാണ് എന്ന് പറയുന്നു. എന്തൊരു ആഭാസമാണ് എന്ന് ആലോചിച്ച് നോക്കിയേ. ആഭാസമാണ് ഇതല്ലേ? പിണറായി വിജയനോട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, പിണറായി വിജയനോട് നമുക്ക് ഒരുപാട് വിയോജിപ്പുകളുണ്ട്. പക്ഷേ പിണറായി വിജയൻ കള്ളനാണ്, കള്ളൻ വിജയൻ. പിണറായി വിജയനെ നമ്മൾ കാരണഭൂതം എന്നൊക്കെ വിളിക്കാറുണ്ട്. ഞാൻ എന്റെ ഒരുപാട് വീഡിയോകളിൽ പിണറായി വിജയനെ കാരണഭൂതം എന്നാണ് അഭിസംബോധന ചെയ്യാറുള്ളത്. കാരണം ഇത് സഖാക്കന്മാർ തന്നെ കൊടുത്ത ഒരു പദവിയാണ്. നമുക്കറിയാലോ, പൂവരണി നമ്പൂതിരി തിരുവാതിര പാട്ട് കാരണഭൂതം എന്നാണ് എഴുതിയത്, കാരണഭൂതൻ എന്നാണ് എഴുതിയത്. ഈ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവു തന്നെ എന്ന് പൂവരണി നമ്പൂതിരി എഴുതുന്നു. അത് MA ബേബി ഉൾപ്പെടെയുള്ള EP ജയരാജൻ ഉൾപ്പെടെയുള്ള P ജയരാജൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ സമുന്നതരായ നേതാക്കളൊക്കെ കാരണഭൂതം ഉൾപ്പെടെ ഇത് ആസ്വദിച്ച് തലയാട്ടിച്ചിരിക്കുന്നു. പൂവരണി നമ്പൂതിരിക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല. ഈ തിരുവാതിരപ്പാട്ട് ഇപ്പോഴും പാർട്ടി വേദികളിലൊക്കെ പാടുന്നുണ്ട്, സഖാക്കൾ അഭിനമിക്കുന്നുണ്ട്. അതുകൊണ്ട് പിണറായി വിജയനെ കാരണഭൂതൻ എന്ന് വിളിച്ചാൽ ഒരു തകരാറുമില്ല. പാർട്ടി അംഗീകരിച്ചതാണ്. പിണറായിയെ നിങ്ങൾക്ക് പരനാറി എന്ന് വിളിക്കാം, കാരണം പരനാറി എന്ന് വിളിച്ചത് പിണറായി വിജയനാണ്. പിണറായി നിങ്ങൾക്ക് കുലംകുത്തി എന്ന് വിളിക്കാം, വിളിച്ചത് പിണറായിയാണ്. പിണറായിയെ നിങ്ങൾക്ക് ഡാഷിന്റെ മോനെ എന്ന് വിളിക്കാം, വിളിച്ചത് പിണറായിയാണ്. അങ്ങനെ പിണറായി വിളിച്ച ഒരുപാട് പദങ്ങളുണ്ട്. പരനാറി അല്ലെ, NK പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചു. നികൃഷ്ടജീവി എന്ന് താമരശ്ശേരി ബിഷപ്പിനെ വിളിച്ചു. ഇതൊക്കെ പിണറായിക്ക് വിളിക്കാമെങ്കിൽ അങ്ങനെയാണല്ലോ നമുക്ക് സാധാരണ നമ്മുടെ ഒരു വ്യവഹാരം. ഒരാൾ നമ്മളെ ഒരു വാക്ക് വിളിച്ചാൽ നമുക്ക് അയാളെ അത് തിരിച്ചും വിളിക്കാം. ഈ കേരളീയ പൊതുസമൂഹത്തോടാണ് പിണറായി ഈ വക പദപ്രയോഗങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ വക പദപ്രയോഗങ്ങളൊക്കെ തിരിച്ചും കൊടുക്കാം. വാങ്ങിവെച്ചതൊക്കെ നമ്മൾ ഇരട്ടിയായി തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു രീതിയാണ്, എല്ലാവരുടെയും രീതിയാണ്. അങ്ങനെ പിണറായി വിളിച്ചാൽ പിണറായിക്കും തിരിച്ചു കൊടുക്കാം. പക്ഷേ പിണറായിയെ കള്ളൻ വിജയൻ എന്ന് വിളിച്ചത് ഒരൊറ്റാൾ മാത്രമേ ഉള്ളൂ, അതാണ് M സ്വരാജ്. അല്ലേ? എന്തൊരു അപമാനകരമാണെന്ന് വിചാരിച്ചു നോക്കൂ.
സ്വപ്നം കാണുന്നത് എന്താണെന്നറിയോ സുരാജ്? എം വി ഗോവിന്ദൻ മിക്കവാറും അടുത്ത മാസം ആഗസ്റ്റിൽ നടക്കുന്ന വിശാല സംസ്ഥാന സമിതി സമ്മേളനത്തിൽ എം വി ഗോവിന്ദൻ പുറത്താകും. ആ കസേരയിൽ കയറിയിരിക്കാമെന്നാണ് സ്വരാജ് സ്വപ്നം കാണുന്നത്. നടക്കില്ല സ്വരാജെ, നടക്കില്ല. എം വി ഗോവിന്ദൻ കോമാളിക്കളി മാത്രമേ കളിക്കുന്നുള്ളൂ. പാർട്ടിയെ മുച്ചൂട് നശിപ്പിക്കാനുള്ള വലിയ ബോംബുകളൊന്നും എം വി ഗോവിന്ദന്റെ കയ്യിലില്ല. അയാൾ ഒരു കളിമാഷായതുകൊണ്ട് അയാൾ നിസ്സഹായനാണ്. അയാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത്ര മാത്രമേ വിവരവും ബോധവും എം വി ഗോവിന്ദനുള്ളൂ. പക്ഷെ നിന്നെ പോലെ അപകടകാരിയല്ല എം വി ഗോവിന്ദൻ. സ്വരാജ് മനസ്സിലാക്കണം. സ്വരാജ് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത് CPM-ലെ അന്തംഗമ്മികളാണ്. നിങ്ങളുടെ ഈ പാർട്ടിയെ നശിപ്പിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആ നേതാവിനേക്കാൾ, എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിയേക്കാൾ നിങ്ങളുടെ പാർട്ടിയെ നശിപ്പിക്കുന്നത് എം സ്വരാജിനെ പോലുള്ള ജി ശക്തിധരന്റെ ഭാഷ കടമെടുത്താൽ വിഷസൂചികളാണ്. വിഷസൂചിയും കൊണ്ടാണ് സ്വരാജ് നടക്കുന്നത് കേട്ടോ. ഇന്നത്തെ ദേശാഭിമാനിയും ഇന്നലത്തെ ദേശാഭിമാനിയും ഒക്കെ കണ്ടാൽ VS അച്യുതാനന്ദൻ എന്തൊരു പ്രിയങ്കരനായിരുന്നു ഇവർക്ക് എന്നല്ലേ തോന്നുക. ആ VS അച്യുതാനന്ദനെ തൂക്കിക്കൊല്ലണമെന്ന് പറഞ്ഞവനാണ് ഇവൻ. ഇവൻ. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ കള്ളൻ വിജയൻ എന്ന് പിണറായി വിജയനെ പേരിട്ട് വിളിക്കുകയും അപഹസിക്കുകയും ചെയ്ത മനുഷ്യന്റെ പേരാണ് എം സ്വരാജ്. ഇവനെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. CPM-നെ സ്നേഹിക്കുന്നവർക്ക് നല്ലത്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇവനാണ് CPM-ന്റെ അന്തകവിത്ത് എന്ന് ഓർമ്മിച്ചാൽ എല്ലാവർക്കും നല്ലത്. ഈ വീഡിയോയിൽ ഇത്രമാത്രം. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.